ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കുറിച്ച് നടത്തിയ പരാമർശം തള്ളി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ദുരിതം നേരിടുകയാണെന്ന ഖമേനിയുടെ പരാമർശത്തിനെതിരെയാണ് രാജ്യം രംഗത്ത് വന്നത്. പ്രസ്താവന അപലപനീയമാണെന്ന് വിശേഷിപ്പിച്ച കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്വന്തം നാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ ഖമേനി പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്നും ഇക്കാര്യമെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്ന രാജ്യം വിധി പറയുന്നതിന് മുമ്പ് സ്വന്തം മനുഷ്യാവകാശ രേഖകൾ പരിശോധിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. തിങ്കളാഴ്ചയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കുന്നുവെന്ന തരത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി എക്സിൽ ഒരു പ്രസ്താവന പോസ്റ്റ് ചെയ്തത്. മ്യാൻമറിലും ഗാസയിലും ഇന്ത്യയിലും മറ്റേതൊരു പ്രദേശത്തും മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുതെന്ന തരത്തിലുള്ള ആഹ്വാനമായിരുന്നു ഇതിൽ. എന്നാൽ ഈ പ്രസ്താവനയെ ശക്തമായി അപലപിക്കുന്നുവെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തിങ്കളാഴ്ച രാത്രി തന്നെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അസ്വീകാര്യമായ പ്രസ്താവനയാണിത്. ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്ന രാജ്യങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ നിരീക്ഷണം നടത്തുന്നതിന് മുമ്പ് സ്വന്തം രാജ്യത്തെ അവസ്ഥ പരിശോധിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. നബിദിനത്തിൽ ആയത്തുള്ള അലി ഖമേനി സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവച്ച പോസ്റ്റിനെതിരെയാണ് ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നത്. മ്യാൻമറിലോ ഗാസയിലോ ഇന്ത്യയിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ ഒരു മുസ്ലിം അനുഭവിക്കുന്ന യാതനകൾ നാം ശ്രദ്ധിക്കാതെ പോയാൽ നമുക്ക് സ്വയം മുസ്ലിമായി കണക്കാക്കാനാകില്ലെന്നായിരുന്നു ആയത്തുള്ള അലി ഖമേനി കുറിച്ചത്. നേരത്തെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെയും ആയത്തുള്ള അലി ഖമേനി പ്രതികരിച്ചിരുന്നു. കശ്മീരിലെ മുസ്ലിങ്ങളുടെ സാഹചര്യത്തിൽ തങ്ങൾ ആശങ്കപ്പെടുന്നു എന്നായിരുന്നു ഖമേനിയുടെ അന്നത്തെ പ്രതികരണം. കശ്മീരിലെ കുലീനരായ ജനങ്ങളോട് ഇന്ത്യൻ സർക്കാർ നീതിപൂർവമായ നയം സ്വീകരിക്കുമെന്നും മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും തടയുമെന്നുമായിരുന്നു ഖമേനി നേരത്തെ പറഞ്ഞിരുന്നത്.